നമ്മളോടൊക്കെ സാധാരണക്കാരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള വിശ്വാസികൾ നമ്മളെ നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം നീ ഇങ്ങനെയൊക്കെ പറയും, അല്ലല്ല നബി ഇല്ല എന്ന് പറയും, മുഹമ്മദ് നബിനെ വിമർശിക്കും, ഇസ്ലാമിനെ വിമർശിക്കും, ഖുർആനെ കളിയാക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷേ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന ഒരു നിമിഷം വരും, അന്ന് നീ തിരിച്ചറിയും. മതവിശ്വാസത്തിലായിരുന്നിട്ട് മതവിശ്വാസത്തിൽ സംശയം ഉന്നയിക്കുകയോ മതം വിടുകയോ മതത്തെ ചോദ്യം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടാകുന്ന, ഒരിക്കലെന്നല്ല പലതവണ പലരിൽ നിന്നായിട്ട് കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. വളരെ ആത്മാർത്ഥമായിട്ടാണ് കേട്ടോ ഈ വിശ്വാസികൾ ഇത് പറയുന്നത്. കാരണം വിശ്വാസികളിൽ വലിയൊരു വിഭാഗവും ഈ മരണം ആസന്നമാകുന്ന സമയത്ത് മരിച്ചു കഴിഞ്ഞിട്ട് ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലോ എന്നുള്ള ഭയം, ആ ഭയത്തിൽ അടിമപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. അവർക്ക് അവരുടെ ഉള്ളിലുണ്ടാവുന്ന മതത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ, മതനിയമകാര്യങ്ങളിലുള്ള സംശയങ്ങൾ ഒക്കെ പുറത്തോട്ട് വരാതെ തടഞ്ഞു നിർത്തുന്നത് ഈ ഭയമാണ്. അവരുടെ ചിന്താശേഷിയെ കാര്യമായി ബാധിക്കുന്നത് ഈ ഭയമാണ്. മതപ്രബോധകരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പണി ഈ ഭയം ഇങ്ങനെ കെട്ടുപോകാതെ ഊതിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ വലിയ ഉസ്താദ് ആ ഭയത്തെ കുറച്ചുകൂടി ഭീകരമായ രീതിയിൽ ഓർമ്മിപ്പിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഞാൻ മരിക്കുകയാണ് എന്ന് മനുഷ്യന് തോന്നുന്ന ഒരു അവസാന നിമിഷമുണ്ട്. അങ്ങനെ മലക്കുകളെ കാണുമ്പോഴാണ് അത് ബോധ്യപ്പെടുന്നത്. പിന്നെ ദുനിയാവിനെ മറന്നു പോകുന്ന ഒരവസ്ഥയാണ്. അള്ളാനെ കണ്ടാൽ മതി എന്നുള്ള ഒരൊറ്റ ആഗ്രഹം വരുന്നതാണ് മരിക്കുന്ന സമയത്ത്. അതെല്ലാവർക്കും വരൂല കേട്ടോ. വിശ്വാസിയായി ഇസ്ലാമിന് സമ്പൂർണ്ണമായി കീഴ്പ്പെട്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഞാൻ മരിക്കുകയാണ് എന്ന് ഉറപ്പാക്കുന്നത് അസ്രായേലിനെ കാണുമ്പോഴാണ്. അങ്ങനെ അസ്രായേലിനെ കാണുന്നതോടുകൂടി പിന്നെ അള്ളാഹിനെ കാണാനുള്ള ഒരു വെമ്പലാണ്, ഒരു കൊതിയാണ്. എങ്ങനെയെങ്കിലും എനിക്കൊന്ന് കണ്ടാൽ മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് ഈ മരിക്കാൻ കിടക്കുന്ന ആളെത്തും. എന്നിട്ട് അതിൻ്റെ കൂടെ ഈ അള്ളാഹിനെ കണ്ടാൽ മതി എന്നുള്ള കൊതിൻ്റെ ഭാഗമായിട്ട് ദുനിയാവിലുള്ളതൊക്കെ മറക്കും. നമ്മളെ കൂടെ ഉള്ളവര്, നമ്മളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ഓർമ്മകളും ഒക്കെ മറക്കും. പിന്നെ അള്ളാഹ് മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തും. എന്നാൽ മരിക്കാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ചിലർ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ അങ്ങേയറ്റം വെറുക്കും. കാരണം ഞാൻ ഇത്രയും കാലം ചെയ്ത തിന്മകൾ എന്താണ് എന്ന് അയാൾക്ക് ആ സമയത്ത് ഓർമ്മയാകുന്നതാണ്. യതദക്കറുൽ ഇൻസാൻ, മനുഷ്യൻ അന്ന് ശരിക്കും ഓർക്കും ഞാൻ എന്തൊക്കെയായിരുന്നു ചെയ്തു കൂട്ടിയത്. നേരത്തെ പറഞ്ഞത് നല്ല മുത്തഖികളായിട്ടുള്ള വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ, അവിശ്വാസികളെ സംബന്ധിച്ച്, ഇസ്ലാം അനുസരിച്ച് ജീവിക്കാത്ത ആളുകളെ സംബന്ധിച്ച് മരിക്കാൻ വേണ്ടി കിടക്കുകയാണ് എന്ന് ഉറപ്പായി അസ്രായേൽ വന്ന് നിൽക്കുന്നത് കണ്ടാൽ അള്ളാഹിനെ കാണുന്നതിന് അങ്ങോട്ട് വെറുക്കും. എനിക്ക് കാണണ്ട, അള്ളാഹിനെ കാണണ്ട, എനിക്ക് കാണണ്ട അള്ളാഹിനെ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അപ്പം ഇയാളുടെ മനസ്സിൽ ഓർമ്മ വരിക ഞാൻ ജീവിതത്തിൽ ചെയ്തു വന്ന തെറ്റുകൾ, കുറ്റങ്ങൾ, പ്രവർത്തനങ്ങൾ ഒക്കെ ആയിരിക്കുമ്പോൾ. എന്നിട്ടോ ആ ചെയ്തു കൂട്ടിയ പാപഭാരങ്ങളുടെ പേരിൽ ഇതുമായി ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടാൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ചിന്തിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനോട് മരിക്കുന്ന സമയത്ത് ഒരു വെറുപ്പ് കാണിക്കുമെന്നാണ്. കാരണം ഞാൻ ഈ ചെയ്തു കൂട്ടിയതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ ഇതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പടച്ചോൻ നിന്നെ ശിക്ഷിക്കും, എനിക്ക് ഉറപ്പാണ്, എനിക്ക് പോകണ്ട, എനിക്ക് അള്ളാഹിനെ കാണണ്ട എന്ന് ഒരവസ്ഥയിലേക്ക് ഇവർ എത്തിപ്പെടും. ആ അവസ്ഥ എത്താതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സമ്പൂർണ്ണമായിട്ട് ഇസ്ലാമിനെ കീഴൊതുങ്ങിക്കോ. ഇതാണ് ഇതിന്റെ സൈക്കോളജി. ഈ ഭയത്തിലാണ് 90% മുസ്ലിങ്ങളും മുന്നോട്ട് പോകുന്നത്. വിശ്വാസികളായിരിക്കുന്നതിൻ്റെ, വിശ്വാസികളായിട്ട് അഭിനയിക്കുന്നതിൻ്റെ, മുന്നോട്ട് പോകുന്നതിൻ്റെ ഒക്കെ കാരണം ഈ ഭയമാണ്. ഈ ഭയം മാത്രമാണ് ഇവരുടെ കയ്യിലുള്ള ടൂൾ എന്നുകൂടി മനസ്സിലാക്കുക. നിങ്ങൾ ഭയത്തിന് അടിമപ്പെട്ടാൽ, അത് ദൈവഭയത്തിനായാലും മറ്റെന്ത് ഭയത്തിനായാലും അടിമപ്പെട്ടാൽ അതൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റം ഉണ്ടാക്കുകയില്ല. മനുഷ്യനെ മുന്നോട്ട് നയിക്കേണ്ടത് ഭയരഹിതമായിട്ടുള്ള ജീവിതമാണ്, ആത്മവിശ്വാസമാണ്, പ്രതീക്ഷയാണ്.